ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാള് കുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയ എന്താ കുഴപ്പം? അത്തരം ചോദ്യങ്ങളൊന്നും നീ ചോദിക്കണ്ട. നിനക്കതിനുള്ള അർഹതയില്ല. എനിക്ക് പറ്റില്ല. എന്റെ കഴുത്തിൽ അങ്ങനെ ഒരാൾ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ഈ കാര്യം നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയും മോളും ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കും. ലോകത്ത് ഒരാളും ചെയ്തു കൊടുക്കാത്ത കാര്യ നീ ചെയ്തു കൊടുക്കുന്നേ. അപ്പോ നിനക്ക് മനസ്സിനൊരു സമാധാനം വേണ്ടേ? നീ ചെന്ന് ചോദിക്കേ. എന്നിട്ട് തരില്ല എന്ന് പറഞ്ഞാലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അവരെന്ത് ചെയ്താലും അത് നമുക്ക് നേരിടാം. ചോദിക്കല്ലേ? നമ്മുടെ മുമ്പില് ഈ ഒരൊറ്റ മാർഗമുള്ളൂ. അപ്പൊ പിന്നെ ചോദിച്ചാലെന്താ? നീ ചെല്ലേ, ഞാനും വരാം അങ്ങോട്ട്. എങ്കി വാ. മമ്മി, ഇത് കൊള്ളാമോ? ഗുഡ്. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയുടെ ഓപ്പറേഷന് 5 ലക്ഷം രൂപ കൂടി അടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മമ്മി തരണായിരിക്കും അല്ലേ? ഇപ്പൊ മമ്മിക്ക് മനസ്സിലായില്ലേ ഇന്നലെ ഇവിടെ എന്തിനാ ഇവിടുന്ന് ബഹളം വെച്ച് പോയതെന്ന്? വില കൂട്ടി ചോദിക്കാൻ തന്നെ. അതിന് കൃത്യമായി കൂട്ടു നിൽക്കാൻ ഇവളെ പോലുള്ളവരും. ഇന്ന് 5 ലക്ഷം ചോദിക്കും, നാളെ അത് 50 ലക്ഷം ആവും. അവരുടെ വിലപേശലിനെ മമ്മി നിന്നു കൊടുക്കണ്ട. പണം ഞാൻ തരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. നിനക്കിവിടെ നിൽക്കാനായിട്ട് കൂടുതൽ താല്പര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിനക്ക് പോണ്ടേ? അല്ല, നമ്മൾ തമ്മിലുള്ള കരാറുകളെല്ലാം അവസാനിപ്പിച്ച് നിനക്ക് പോവണ്ടേന്നാ ഞാൻ ചോദിച്ചത്. പോണം. നവീന്റെ മുമ്പിൽ ഇപ്പൊ നീ നടത്തുന്ന അഭിനയം ഉണ്ടല്ലോ, അത് അവസാനിക്കുന്നത് വിവാഹ ദിവസമായിരിക്കും. അന്ന് കണക്കുകളെല്ലാം അവസാനിപ്പിച്ച് നിനക്ക് പടിയിറങ്ങാം. കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കയറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. താലി കെട്ടാനോ? മറുപടി അവള് പറയും. നവീൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ കതിർ മണ്ഡപത്തിൽ നിന്ന് കളരിക്കിലേക്ക് പോകുന്നത് ഗാഥമോളായിരിക്കും. അതോടെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ സ്വതന്ത്രയായി. എത്ര നിസ്സാരായിട്ടാ നിങ്ങളിത് പറഞ്ഞത്. എന്നോട് നിങ്ങൾ ആവശ്യപ്പെട്ടത് കുറച്ചു ദിവസം നിങ്ങളുടെ മകളുടെ വേഷം അഭിനയിക്കാൻ വേണ്ടി മാത്രാണ്. അതിന്റെ പേരില് ഒരു പുരുഷൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ എങ്ങനെ സമ്മതിച്ചു തരും? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം താലി പവിത്രമായൊരു കാര്യമാണ്.
താലിയുടെ പവിത്രതയെക്കുറിച്ചൊന്നും നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ആചാരപരമായിട്ട് താലി കഴുത്തി കേറിയവരുടെ അനുഭവങ്ങള് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാലമൊക്കെ മാറുകൂട്ടി. ഇന്ന് പുരുഷൻ കെട്ടുന്ന താലിയെക്കുറിച്ചേ സ്ത്രീകൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ ചിന്തിക്കും. അനുഭവിക്കേണ്ടത് ഞാനല്ലേ? മമ്മി പറയുന്നത് എന്താണോ അതങ്ങ് അനുസരിച്ചാ മതി. അതിനാടി ലക്ഷങ്ങൾ നിനക്ക് എണ്ണി തരുന്നത്. ഭർത്താവാൻ പോകുന്നയാള് വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കുട്ടി എങ്ങനെയാ നോക്കി നിൽക്കുന്നേ? അയാള് കുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയ എന്താ കുഴപ്പം? അത്തരം ചോദ്യങ്ങളൊന്നും നീ ചോദിക്കണ്ട. നിനക്കതിനുള്ള അർഹതയില്ല. എനിക്ക് പറ്റില്ല. എന്റെ കഴുത്തിൽ അങ്ങനെ ഒരാള് താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണ, സിനി ചേച്ചി, താലിയും അതിന്റെ പവിത്രത എന്താണെന്ന് നേരം കിട്ടുമ്പോ രണ്ടു പേർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇക്കാര്യത്തിൽ എനിക്കിനി ഒരു തീരുമാനമില്ല. ഞാൻ പോവാ. മാം, തെറ്റായ സമയത്ത് അവളോട് ഇത് പറഞ്ഞെന്ന് തോന്നുന്നു. അവൾ ഇനി വരില്ല. ആര് പറഞ്ഞു? അവളെ വരുത്ത എനിക്കറിയാൻ സിനി. എനിക്ക് ആവശ്യമുള്ളപ്പോ അവളിവിടെ വന്നിരിക്കും. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കും. അല്ലെങ്കിലേ അവൾക്ക് സ്നേഹിക്കാനായിട്ട് അവളുടെ അമ്മ ഉണ്ടാവില്ല. അമ്മയ്ക്ക് മകളും. ഇങ്ങനെ കനത്ത മുഖത്തോടെ വീട്ടിലേക്ക് കയറിയാല് അമ്മയുടെ കാര്യം അറിയാലോ. ചോദ്യങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ല. അത് സാരല്ലേ സുനന്ദേച്ചി, ഞാനത് എങ്ങനെയല്ലേ ശരിയാക്കി എടുത്തോളാം. വാ. നല്ല കുട്ടിയാ. അവൻ തന്നെ തിരഞ്ഞെടുത്തതാ. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. ഞാൻ രണ്ടാളെയും കാത്തിരിക്കായിരുന്നു. എന്താ അമ്മേ? രാവിലെ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ആ പയ്യന്റെ വീട് എവിടെയാണെന്ന്? യോ എന്റെ അമ്മേ, അതിനൊക്കെ സമയമാവുമ്പോ ഞാൻ വീട് പറഞ്ഞു തരാം. അമ്മ ഇവിടെ കൊണ്ടുപോവുകയും ചെയ്യാം. എന്നാലേ നീ കൊണ്ടുപോയി കാണിക്കണ്ട. ആ വീട് ഞാൻ കണ്ടുപിടിച്ചു. അമ്മ കണ്ടുപിടിച്ചെന്നോ? എങ്ങനെ? അത് പറഞ്ഞാലേ ഇത്തിരി രസാ. നിങ്ങൾ പോയതിന്റെ പിന്നാലെ ഞാൻ വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പം ദൈവം കൺമുന്നിൽ എത്തിച്ചതുപോലെ ആ ചെറുക്കൻ. എന്നിട്ട് കാണാം സംസാരിക്കാന്നൊക്കെ വിചാരിച്ചതാ. അപ്പോഴേക്ക് കാറിൽ കയറി ഒരൊറ്റ പോക്ക്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അതിന്റെ പിന്നാലെ അങ്ങ് പോയി.